ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ ചെടി പ്രത്യേകിച്ച് ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയുന്ന ചെടീന് എപ്പീഷ്യ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് വേറെ ഒരു പേരും കൂടി ഉണ്ട് കേട്ടോ. ഫ്ലെയിം വയലറ്റ് എന്നും കൂടി ഇത് അറിയപ്പെടും. ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ വളർത്താൻ പറ്റും. ഹാങ്ങിങ്സ് ആയിട്ട് ഇതുപോലെ വളർത്താൻ പറ്റും. ചെടിച്ചട്ടിയിൽ നട്ടുപിടിപ്പിച്ച് വളർത്താൻ പറ്റും. അതേപോലെ തന്നെ താഴെ മണ്ണിൽ വെറുതെ നട്ട് കൊടുത്താലും അത് നന്നായി പടർന്ന് നിറയെ പൂക്കളായിട്ട് നിൽക്കണ് കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. താഴെ പടർന്ന് പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാൻ ഒരുപാട് വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങളിലും ഡിസൈനിലും ഒക്കെ ഇതിൻ്റെ ഇലയും പൂവും നമുക്ക് കാണാൻ പറ്റും. ഇത് പിന്നെ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്, പടരുന്നൊരു ചെടിയും കൂടിയാണ്. താഴെ നമ്മളിത് മണ്ണിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം മുഴുവൻ ഇത് പടർന്ന് നല്ല ഭംഗിയിൽ വളരും. ഇതിൻ്റെ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയും കൂടിയിട്ടാണ്. 6 തൊട്ട് 8 മണിക്കൂർ വരെ നല്ല നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടണോടത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഇതിൽ പൂവ് വരും. പൂവുണ്ടാവണമെങ്കിൽ നമ്മൾ അതുപോലെയുള്ളൊരു സ്ഥലത്ത് ഈ എപ്പീഷ്യ നട്ട് വളർത്തണം. അപ്പോൾ നിറയെ പൂവുണ്ടാവും. എൻ്റെ ഈ ഞാലിച്ചട്ടികളൊക്കെ ഇരിക്കുന്നത് നല്ല വെയിലുള്ള ഒരു സ്ഥലത്താണ്. 6 തൊട്ട് 8 മണിക്കൂർ വരെ എന്ന് പറയുന്ന പോലെ നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരുപാട് സൂര്യപ്രകാശം ഇല്ലാത്തൊരു സ്ഥലത്ത് ഇത് നട്ടാലും ഷെയ്ഡുള്ള സ്ഥലത്ത് നമ്മൾ ഇത് നട്ടുപിടിപ്പിച്ചാലും ഈ ചെടി നന്നായി വളരുകയൊക്കെ ചെയ്യും. കുറച്ച് പൂക്കൾ കുറയും. നേരിട്ടുള്ള വെയിലാകുമ്പോൾ കുറച്ചും കൂടി അധികം പൂക്കൾ ഉണ്ടാവും ഇതിൽ. ഷെയ്ഡിലാകുമ്പോൾ പൂക്കളുടെ എണ്ണം കുറച്ച് കുറയും. വേറെ കുഴപ്പമൊന്നുമില്ല, നന്നായി വളരുകയൊക്കെ ചെയ്യും ഇത്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്. എൻ്റെ ഈ ചെടി ഇപ്പോൾ നല്ല വെയിലത്തായതുകൊണ്ട് തന്നെ മഴക്കാലം വരുമ്പോൾ നല്ല മഴയും കൊള്ളുന്ന ഒരു സ്ഥലത്താണ് ഇതിരിക്കുന്നത്. വേറെ എവിടേക്കും മാറ്റി വെക്കാനായിട്ട് എനിക്ക് വേറെ ഒരു സ്ഥലവും ഇല്ല. അതുപോലെയുള്ള ഒരു സ്ഥലത്തൊക്കെ ഞാൻ എൻ്റെ ഈ ചെടികളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത്. മഴ വരുമ്പോൾ എന്താ ദോഷം എന്ന് വെച്ചാൽ നോക്കിയാൽ ഇതിൻ്റെ ഇലകളൊക്കെ ചീനണ്ട. ഇതിന് നല്ല തിക്കായിട്ടുള്ള ഭാഗത്തുനിന്ന് ഇടയിന്ന് ഇലകളൊക്കെ ചീഞ്ഞ് ഇതിൻ്റെ തണ്ടുകൾ മുറിഞ്ഞ് വീഴും. അങ്ങനെ മഴ തുടർച്ചയായ മഴ വരുമ്പോൾ അങ്ങനെ ഒരു ദോഷവും കൂടിയിട്ടുണ്ട് കേട്ടോ. മഴയത്ത് ഇത് നിൽക്കുമ്പോൾ മഴക്കാലം വരുമ്പോൾ മാറ്റി വെച്ചാൽ നല്ലതാണ്. എൻ്റെ ഈ ചെടികളൊക്കെ നല്ല മഴയത്ത് നിൽക്കണോണ്ട് തന്നെ ഇപ്പം എല്ലായിടത്തും നല്ല മഴ പെയ്യുന്ന സമയമല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം ഇതിൻ്റെ അടിയിലുള്ള ഹോള് ഒരു കമ്പി വെച്ച് കുത്തി വെള്ളം ശരിക്ക് വാർന്ന് പോകണ്ടോയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അടിയിലുള്ള ഹോളൊക്കെ ഒന്ന് കുത്തി നോക്കി വെള്ളം കെട്ടി നിൽക്കണില്ല നമ്മുടെ ചട്ടിയിൽ നിന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെയാണെങ്കിൽ ഈ എപ്പീഷ്യൊക്കെ ഇതുപോലെ തന്നെ ഭംഗിയിൽ നിൽക്കും. മഴക്കാലത്തും മഴ നന്നായി പെയ്യുമ്പോഴും യാതൊരു പ്രശ്നമില്ല. ചട്ടിയിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ചീഞ്ഞു പോവും. ഇതിൻ്റെ തണ്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പോലത്തെ ഒരു പ്രകൃതവും കൂടിയിട്ടാണ് എപ്പീഷ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തിയായ മഴ വരുമ്പോൾ ചട്ടിയിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ എപ്പീഷ്യയുടെ തണ്ടൊക്കെ ചീഞ്ഞ് പൂപ്പൽ രോഗങ്ങളൊക്കെ വന്ന് മൊത്തത്തിൽ ഈ ചെടി നശിച്ചു പോവും. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരുപാട് കെയറിങ് കൊടുക്കണം മഴക്കാലത്ത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ജൈവവളങ്ങൾ കൊടുക്കാണ്ടിരിക്കുക. എപ്പീഷ്യ ചെടികൾക്ക് നല്ല ശക്തിയായ മഴ വരുമ്പോൾ ജൈവവളങ്ങൾ കൊടുക്കാണ്ട് രാസവളങ്ങൾ മാത്രം കൊടുക്കാൻ നോക്കാം മഴക്കാലത്ത്. അപ്പം നമ്മുടെ ചെടികൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് ഈ മഴക്കാലം കഴിയുന്നതോടുകൂടി നല്ല ഭംഗിയിൽ ചെടികളൊക്കെ വളർന്ന് നല്ല ഉഷാറായി വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുന്നതാണ്. ഓരോ മഴക്കാലം കഴിയുമ്പോഴും എൻ്റെ തോട്ടത്തിൽ ഒരുപാട് ചെടികൾ നശിച്ചു. മഴക്കാലത്ത് കെയറിങ് കൊടുക്കേണ്ട ഒരുപാട് ചെടികൾ നമ്മുടെ തോട്ടത്തിൽ കാണും. ഇത് മുഴുവൻ നമുക്ക് ഷെയ്ഡിൽ കൊണ്ടുവയ്ക്കൽ പോസിബിൾ അല്ല, നടക്കുന്ന കാര്യമല്ല. ഈ എപ്പീഷ്യ ചെടി, അഡീനിയം, അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ കുറേ ടേബിൾ റോസ് ഉണ്ടായിരുന്നു. ഈ 10 മണി ചെടി എന്ന് പറയില്ലേ, അത് കുറേ കളറുണ്ടായിരുന്നു. എല്ലാ വർഷവും അത് മഴക്കാലം വരുമ്പോൾ പൂപ്പൽ രോഗം വന്ന് അത് കടോടുകൂടി നശിച്ചു പോവും ഈ 10 മണി ചെടി. പിന്നെയും വേനൽക്കാലം വരുമ്പോൾ നല്ല വെയിൽ കാലം വരുമ്പോൾ പിന്നെയും ഞാൻ അതിൻ്റെ കുറേ കളറ് കളക്ട് ചെയ്ത് കൊണ്ടുവരും. ഇതൊക്കെ എൻ്റെ സ്ഥിരം പരിപാടികളാണ്.
നോക്കിയേ, ഇതൊരു എപ്പീഷ്യ ചെടി ടയറിൽ വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. അത് ടയറിൽ വളർന്ന് പടർന്ന് നോക്കിയ ഇതിലത്തെ പൂക്കൾ കണ്ട. നമ്മൾ മഴക്കാലത്ത് രാസവളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കൾ കിട്ടും നമുക്ക്. മഴക്കാലത്തായാലും വെയിൽ കാലത്തായാലും കണ്ട. മഴക്കാലത്ത് ഇത്രയധികം പൂക്കൾ നിൽക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാനൊരു സ്പെഷ്യൽ വളം മഴക്കാലത്ത് ഇട്ട് കൊടുക്കും. മഴക്കാലത്ത് ഇതുപോലെ എപ്പീഷ്യയിൽ പൂക്കൾ വരാനായിട്ട് ഞാൻ ചെയ്യുന്ന വളം ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് ആ വളം. യൂറിയ ക്രിസ്റ്റൽ പോലെ പഞ്ചസാര തരി പോലെയൊക്കെ ഇരിക്കുന്നു കണ്ട. ഇത് നല്ലൊരു വളമാണ് നമുക്ക് മഴക്കാലത്ത് എപ്പീഷ്യയ്ക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് ഇത്രയും ചെറിയൊരു സ്പൂണിൽ ഇത്ര മതി നമുക്ക് ഓരോ ചെടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കൾ വരും. ചെടി നല്ല ആരോഗ്യത്തോടും കരുത്തോടും കൂടി വളർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് നല്ലൊരു അടിപൊളി വളമാണ് മഴക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയത്. യൂറിയയിൽ ചെടിക്ക് വളരാൻ വേണ്ട നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുണ്ട്. ഏകദേശം 46% നൈട്രജൻ യൂറിയയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യൂറിയ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടി നല്ല പോലെ നല്ല ഉഷാറിൽ വളർന്നു വരും. വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഏത് മണ്ണിലും ഈ യൂറിയ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് മണ്ണിൽ അലിഞ്ഞു ചേരും. ഇത് മണ്ണിൻ്റെ pH വാല്യൂ ന്യൂട്രലായി നിർത്താനുള്ള ഒരു മാജിക്കും കൂടി ഈ യൂറിയയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യൂറിയ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ പെട്ടെന്ന് ഇത് അലിഞ്ഞ് ചേർന്ന് ചെടിക്ക് ആവശ്യമായതൊക്കെ അത് വലിച്ചെടുത്തോളും. മണ്ണിൻ്റെ pH വാല്യൂ ന്യൂട്രലായി നിർത്താനായിട്ട് യൂറിയ ഒരുപാട് സഹായിക്കും. കണ്ട, ഇത്രയും പോകുന്ന ഒരു ചെറിയൊരു സ്പൂൺ യൂറിയന് ഞാൻ ഒരേ ചട്ടിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇലമേലും തണ്ടുമേലും തട്ടാത്ത പോലെ ഡയറക്റ്റ് മണ്ണിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. തണ്ടിലൊന്നും ഇത് വീഴരുത്. അങ്ങനെ ഇട്ട് കൊടുത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് മണ്ണിൽ അലിഞ്ഞ് മെൽറ്റായി പോവും യൂറിയ. ഇതൊക്കെ നോക്കിയാൽ ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ള എപ്പീഷ്യകളാണ്. എത്ര ഭംഗിയിലാണ് വളർന്നു വന്നിരിക്കുന്നതെന്ന് നോക്കി. ഇതൊക്കെ ഈ മഴ സമയത്തും നല്ല ഭംഗിയിൽ പൂക്കളോടുകൂടി ഇതെല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ യൂറിയ മഴക്കാലത്ത് ഇടാൻ പറ്റിയ നല്ലൊരു വളമാണ്. NPK പോലെ തന്നെ നല്ലൊരു വളമാണ് യൂറിയ. നമ്മുടെ ചെടികളൊക്കെ നല്ല കരുത്തോടും പച്ചപ്പോടും കൂടി വളരാൻ സഹായിക്കുന്ന ഒരു വളവും കൂടിയിട്ടാണ് കേട്ടോ. വേനൽക്കാലത്ത് നമുക്ക് യൂറിയ ഇട്ട് കൊടുക്കണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ യൂറിയ എന്ന് പറയുന്ന വളം ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 നേരം നനയ്ക്കേണ്ടി വരും. വെള്ളം ഇത്തിരി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ചെടി എന്താ പറയുക കരിഞ്ഞു പോവും. പിന്നെ ആ ചെടി അവിടെ കാണൂല, അതിൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല, ചട്ടി മാത്രമായി നിൽക്കും. അതുപോലെ അത്രയ്ക്കും ചൂടുള്ള വളമാണ്. അതുപോലെ നമ്മൾ ചെടിക്ക് നനച്ചു കൊടുക്കേണ്ടി വരും. മഴക്കാലത്ത് ഇടാൻ പറ്റിയ ബെസ്റ്റ് വളമാണ്. നല്ല മഴ വരുമ്പോൾ നമ്മൾ ഇത് കുറേശ്ശെ നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടികൾ അത് വലിച്ചെടുക്കുകയും ചെയ്യും. ചെടി നന്നായി നല്ല ആരോഗ്യത്തോടു കൂടി ഇതുപോലെ വളർന്നു വന്ന് ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇതിലിപ്പോൾ കണ്ടില്ലേ ഈ ചെടി എങ്ങനെയാണ് നിൽക്കുന്നത്, പിഷ്യ ചെടി. ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. പിഷ്യയുടെ കാര്യങ്ങളെല്ലാതും പൂക്കളെയും ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫ്രണ്ട്സൊക്കെ കാണുമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും നമുക്ക് കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ.